എല്ലാവർക്കും നമസ്കാരം. SP4Techന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമാണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഒരുപാട് ഫാൻസ് കാത്തിരിക്കുന്ന ഒരു മാച്ചാണ് കേട്ടോ ഇത്. ഞാൻ CSK ഫാനല്ല, ഞാൻ മുംബൈ ഫാനാണ്. മഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ആരും CSK ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇന്നത്തെ മത്സരമാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത് 7:30. ഇന്ന് ഓൾറെഡി 2 മത്സരം നടക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് LSG തമ്മിലുള്ള മത്സരത്തിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുവരെ കാണാത്തതാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മാച്ചിലോട്ട് കടക്കുന്ന സമയത്ത് April 14 കൃത്യം 7:30 നമ്മുടെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. മുംബൈയുടെ ഹോം ഗ്രൗണ്ടായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ട് നടക്കുന്നത്. സോ മുംബൈയിൽ കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളത്. ഇതുവരെ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു റിവ്യൂലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലും നല്ല അടിപൊളിയായിട്ട് മുംബൈ ഇന്ത്യൻസ് ആ ഒരു മത്സരം വിൻ ചെയ്തു കേട്ടോ. സെക്കൻഡ് ബാറ്റിംഗ് നല്ല രീതിക്ക് അധികം വിക്കറ്റ്സ് ഒന്നും പോവാതെ പെട്ടെന്ന് 15ാമത്തെ ഓവറിൽ തന്നെ ഒരു 180 എത്രയോ സ്കോർ അടിച്ചു കയറ്റിയത്. അപ്പോൾ ആ ഒരു മത്സരത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു മത്സരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തെ പറ്റി പറയുന്ന സമയത്ത് 196 റൺസാണ് നമ്മുടെ ബാംഗ്ലൂരു. ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നു, 8 വിക്കറ്റിന് എടുത്തത്. ഇതിൽ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരായ നമ്മുടെ ഡുപ്ലിസിയാണ് 61 റൺസും. അതുപോലെ തന്നെ മിഡിൽ ഓർഡറായിട്ട് വന്ന പടിദാറും, അതുകൂടാതെ പിന്നെയും മിഡിൽ ഓർഡറായിട്ട് വന്ന നമ്മുടെ ദിനേശ് കാർത്തിക്കും കൂടെയാണ് കുറച്ച് റൺസ് ഇവിടെ കയറ്റിയത്. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായ 3 പ്ലെയേഴ്സാണ് ഇവിടെ റൺസ് അടിച്ച് കയറ്റിയത്. സെക്കൻഡ് ഇന്നിംഗ്സ് ഓപ്പണിംഗ് നല്ല രീതിയിൽ സപ്പോർട്ടഡ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ. എസ്പെഷ്യലി മുംബൈയുടെ ഒരു ഫോം അനുസരിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും ഇന്നത്തെ മത്സരത്തിൽ കാണാൻ സാധിക്കുക. ഇതിൽ കൂടുതൽ വിക്കറ്റ് ടേക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ജാസ്പ്രീത് ബുംറ, അതുപോലെ തന്നെ കോട്സ്, ആകാശ് മധുവാൾ, ശ്രേയസ് ഗോപാൽ, ഇത്രയും പേരാണ് വിക്കറ്റ്സ് ടേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 1 വിക്കറ്റ് സ്പിന്നറാണ് ഒരു ഫസ്റ്റ് ഇന്നിംഗ്സിൽ വിക്കറ്റ്സ് പോയിട്ടുള്ളത്. സെക്കൻഡ് ഇന്നിംഗ്സ് നോക്കുമ്പോൾ ആകാശ് ദീപും വൈശാഖ് വിജയ് കുമാറും അതുപോലെ തന്നെ വിൽ ജാക്സുമാണ് എടുത്തത്. ടോട്ടലി നോക്കുന്ന സമയത്ത് 2 വിക്കറ്റ് സ്പിന്നേഴ്സും ടോട്ടലി 9 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സുമാണ് റീസൺ എന്ന പെർഫോമൻസ് വൈസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഫാസ്റ്റ് ബോളേഴ്സിന് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. എസ്പെഷ്യലി മുംബൈത്തെ പ്ലെയേഴ്സിന് തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് കൂടെയാണ്. സോ അവർക്ക് ഫേവറബിൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിന്നിങ് പോസിബിലിറ്റീസ് നിങ്ങൾക്കായിരിക്കും. പിച്ച് റിപ്പോർട്ടിനെ പറ്റി നോക്കുന്ന സമയത്ത് 170 റൺസാണ് ആവറേജ് സ്കോർ ആയിട്ടുള്ളത്. ഫാസ്റ്റ് ബോളേഴ്സ് 900 വിക്കറ്റിനടുത്തും സ്പിൻ ബോളേഴ്സ് 367 വിക്കറ്റ്സ് മാത്രമാണ് ഇവിടെ ടേക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വെതർ റിപ്പോർട്ട് പറയുമ്പോൾ 28 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത്. റെയിൻ പോസിബിലിറ്റി 7% മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിൽ 36 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഈ 36 മത്സരങ്ങളിൽ നിന്ന് 81 മത്സരം മുംബൈ ഇന്ത്യൻസും 36 മത്സരത്തിൽ 20 മത്സരം നമ്മുടെ മുംബൈ ഇന്ത്യൻസും 16 മത്സരം ചെന്നൈ സൂപ്പർ കിങ്സുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ഇതുവരെ നമ്മുടെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ 81 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ഇതിൽ 50 എണ്ണം മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് വിൻ ചെയ്തത്, 30 എണ്ണം തോൽക്കുകയാണ് ചെയ്തത്. ഇതിൽ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് 24 പ്രാവശ്യവും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത് 26 പ്രാവശ്യവും വിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും മുംബൈക്ക് വിഷയമല്ല. അതുപോലെ തന്നെ മുംബൈയുടെ ഹയസ്റ്റ് സ്കോർ 234 റൺസാണ് ഈ ഒരു ഗ്രൗണ്ടിലുള്ളത്. മുംബൈയുടെ ലോവസ്റ്റ് സ്കോർ 87 റൺസിന് ഓൾ ഔട്ടാണ്. സോ അതുപോലെ തന്നെ CSK ഈ ഒരു വാങ്കഡെ സ്റ്റേഡിയത്തിലുള്ള റെക്കോർഡ്സ് നോക്കിയാൽ 12 മത്സരങ്ങൾ വിൻ ചെയ്ത് 12 മത്സരങ്ങൾ തോറ്റിട്ടുണ്ട്. ടോട്ടലി 24 മത്സരങ്ങളാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് 3 മത്സരവും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത് 9 മത്സരമാണ് വിൻ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബാറ്റിംഗ് ആണ് കൂടുതൽ ഇവിടെ വിൻ ചെയ്തിട്ടുള്ളത്. CSKയുടെ ഹയസ്റ്റ് സ്കോർ 220 റൺസാണ്, ലോവസ്റ്റ് സ്കോർ 79 റൺസിന് ഓൾ ഔട്ടാണ്. ഇൻ വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസ് 11 മത്സരം കളിച്ച് 7 എണ്ണം വിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ 11 ഇന്നിംഗ്സ് ആണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഈ 11 ഇന്നിംഗ്സിൽ കൂടെ 7 പ്രാവശ്യം മുംബൈ ഇന്ത്യൻസും 4 പ്രാവശ്യം ചെന്നൈ സൂപ്പർ കിങ്സുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. കൂടുതലും മുംബൈക്കാണ് ഇവിടെ വിന്നിംഗ് പോസിബിലിറ്റീസ് ഉള്ള കാര്യം എടുത്തെടുത്ത് ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്നതിന് മുന്നേ ഒരുപാട് ഡീറ്റെയിൽസ് ഇനി നമ്മൾ പറയാനുണ്ട് കേട്ടോ. പ്രിവ്യൂല് നമുക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടാം. ആദ്യം തന്നെ പറയാനുള്ളത് കുബേര ഫാന്റസി എന്ന് പറഞ്ഞ കിഡിലിന് ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഡ്രീം ഇലവനിലുള്ള പോലെ തന്നെ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ്. ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. നമ്മുടെ ഡ്രീം ഇലവനിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ
വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു 39 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ചെറിയൊരു ഡിഫറൻസ് അല്ല, വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. ഇതുവരെ നിങ്ങൾ നമ്മുടെ കുബേര ഫാന്റസി ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അത് കൂടാതെ ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലേയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. ഈസി ആയിട്ട് വിൻ ആവാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് ഈ ഡ്യുവോ ഓപ്ഷൻ. ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഡ്യുവോ പ്രോ ഉണ്ട്, 2 പ്ലേയേഴ്സ് ആയിട്ട് നമുക്കൊരു ഡ്യുവോ കളിക്കാം. ഇപ്പോൾ ജോസ് ബട്ട്ലറിനെ എടുക്കാം, അപ്പുറത്തുനിന്ന് ട്രെന്റ് ബോൾട്ടിനെ എടുക്കാം, അല്ലെങ്കിൽ ചഹാലിനെ എടുക്കാം. ജോസ് ബട്ട്ലർ ചഹാൽ ഒരു കോംബോ. ഇത് ഇറക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ ഓപ്പോസിറ്റ് ദുബായി 2 പ്ലേയേഴ്സ് ആയിട്ട് ഇറങ്ങുന്നത്. നമ്മൾ ഡ്രീം ലെവലിൽ 11 പേര് ഇടുന്നത്, ഇവിടെ 2 പേരെ ഇടാനേ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. അപ്പോൾ ഈസി ആയിട്ട് ക്യാഷ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഡ്യുവോ ഓപ്ഷൻ ഒക്കെ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. കുബേര ഫാന്റസി ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ ചോയ്സ് 11 ട്രൈ ചെയ്യില്ലെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഡെയിലി US കൊടുക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് കുബേര ഡ്യുവോ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ നമുക്ക് വിൽക്കുക. അതുപോലെ തന്നെ ഇതിന്ന് നിങ്ങൾ എൻ്റെ ലിങ്ക് വഴി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് കിട്ടും. ആ ഒരു ക്യാഷ് വെച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. അധികം പൈസ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ചെറിയൊരു എമൗണ്ടിന് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് പൈസ നിങ്ങൾക്ക് ഇതിന്ന് കിട്ടും. ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റിൻ്റെ ഡ്രീമിലേനെക്കാളും എൻട്രി ഫീസ് കുറവാണ്. അതുപോലെ തന്നെ വിഷനിലും ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഡെയിലി ഗിവേഴ്സ് കൊടുക്കുന്നുണ്ട്. GL ഒക്കെ ട്രൈ ചെയ്ത് തന്നെ തീർച്ചയായിട്ടും കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. SL കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. നിങ്ങളുടെ ഓപ്പോസിറ്റ് പ്ലെയേഴ്സ് കുറച്ച് റിസ്ക് കമ്മിയായിരിക്കും. ഈസി ടു വിൻ മെത്തേഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഇതുവരെ ട്രൈ ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുള്ള ഒരു ഏക ആപ്ലിക്കേഷനാണ്. 1 രൂപ തുടങ്ങി കോൺടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആപ്ലിക്കേഷനിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. പ്രോബബിലി പ്ലേയിങ് ഇലവൻ നോക്കിക്കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിലോട്ട് രോഹിത് ശർമ്മ, അതുപോലെ തന്നെ ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, ടിം ഡേവിഡ്, അതുപോലെ തന്നെ റൊമാരോ ഷിപ്പേർഡ്, അതുപോലെ തന്നെ മുഹമ്മദ് നബി, ശ്രേയസ് ഗോപാൽ, അതുപോലെ തന്നെ കോട്സെ, ജാസ്പ്രീത് ബുംറ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ സൂര്യകുമാർ യാദവിന്റെ സ്ഥാനത്തോട്ട് ആകാശ് മധ്വാൾ വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ആകാശ് മധ്വാൾ ഒരു ഫാസ്റ്റ് ബോളറാണ്. ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് നോക്കിയാൽ ഋതുരാജ് ഗെയ്ക്വാഡ്, രച്ചിൻ രവീന്ദ്ര, അജിൻക്യ രഹാനെ, ഡയറി മിച്ചൽ, രവീന്ദ്ര ജഡേജ, അതുപോലെ തന്നെ MS ധോണി, ഷർദുൽ താക്കൂർ, മഹീഷ് തീക്ഷ്ണ, തുഷാർ ദേശ്പാണ്ഡെ, അതുപോലെ തന്നെ മുസ്തഫിക്കുർ റഹ്മാൻ. ഇത്രയും പേരാണ് നമ്മളെ ചെന്നൈ സൂപ്പർ കിങ്സിലുള്ള ഇമ്പാക്ട് പ്ലെയർ ആയിട്ട്. മുസ്തഫിക്കുർ റഹ്മാന്റെ സ്ഥാനത്തോട്ട് ശിവാൻ ദുബെ വരാനുള്ള പോസിബിലിറ്റീസ് ആയാണ്. സോ കീ പ്ലെയേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ ഇഷാൻ കിഷൻ, ജാസ്പ്രീത് ബുംറ തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് പെർഫോമൻസ് നല്ല രീതിയിൽ കളിച്ച ഒരു പ്ലെയേഴ്സ് ആണ്. അതുപോലെ തന്നെ ശിവാൻ ദുബെയും അതുപോലെ നമ്മുടെ മുസ്തഫിക്കുർ റഹ്മാനും മസ്റ്റ് പിക്കായുള്ള മറ്റ് 2 പേരാണ്. ഓരോ പിക്ക് മസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 പേരെ ഇറക്കി ചോദിച്ചാൽ ഇഷാൻ കിഷനും ശിവാൻ ദുബെയാണ്. കാരണം റീസെന്റ് പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. ഈ ഒരു പിച്ചിൽ നല്ല റെക്കോർഡ്സ് നമ്മുടെ കിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ദുബെയുടെ ഫോം വെച്ചിട്ട് നമുക്ക് നല്ല റൺസ് സ്കോർ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ടോപ്പ് പിക്കേഴ്സ് CSK വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് നമ്മുടെ ടോപ്പ് പിക്കേഴ്സ് നോക്കിയാൽ സൂര്യകുമാർ യാദവ്. കഴിഞ്ഞ ഒരു മത്സരം ഡക്കായി ആദ്യം ഇറങ്ങിയ മത്സരം, രണ്ടാമത് കിട്ടിയ മത്സരം 19 ബോൾ 52 റൺസ് എടുത്ത് മുംബൈനെ ജയിപ്പിച്ച് കളഞ്ഞ് നല്ല ഡ്രീം ടീം ഒരു 80-90 ഡ്രീം ടീം പോയിന്റ് കയറിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മുംബൈയുടെ വിജയത്തിന് അദ്ദേഹം ഒരു മെയിൻ പ്ലെയർ ആയിരുന്നു. അതുപോലെ തന്നെ ഇഷാൻ കിഷനാണ് അടുത്തായിട്ട് പറയാനുള്ളത്. അദ്ദേഹം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് 34 ബോളിൽ 69 റൺസാണ് എടുത്തത്. അത്യാവശ്യം നല്ല 6 സിക്സ് എങ്ങാണ്ട് അടിച്ചിട്ടാണ് പുള്ളി റൺസ് സ്കോർ ചെയ്തത്. നല്ല അടിപൊളി ബാറ്റ്സ്മാനാണ് നമ്മുടെ ഇഷാൻ കിഷൻ. തീർച്ചയായിട്ടും പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ശിവാൻ ദുബെ ലീഡിംഗ് റൺ സ്കോർ CSK ബാറ്റിംഗിൽ നല്ല റൺ സ്കോറേഴ്സ് ഉള്ള ആളാണ്. സ്ട്രൈക്ക് റേറ്റ് 160 ആണ് അദ്ദേഹത്തിൻ്റെ. ഓക്കെ, ഡീസൻ്റ്ലി പെർഫോം ചെയ്യുന്നുണ്ട്. അഗെയിൻസ്റ്റ് മുംബൈ ആയിട്ട് നോക്കുന്ന സമയത്ത് 2023 പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ശിവാൻ ദുബെ. അതുപോലെ തന്നെ ടോപ്പ് പിക്കേഴ്സ് ആയി മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് ഡ്രീം ഇലവൻ ടീമിൽ നിങ്ങൾ പിക്ക് ചെയ്യേണ്ട ആൾക്കാരെ നോക്കിയാൽ നമ്മുടെ രവീന്ദ്ര ജഡേജ, മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് CSK തമ്മിലുള്ള ബാംഗ്ലൂർ സ്റ്റേഡിയത്തിൽ ഒരുപാട് റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഫിനിഷ് പ്ലെയർ 3 മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് കനോ മത്സരം, മുംബൈ ഇന്ത്യൻസ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിലും 20 റൺസിന് 3 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇയേഴ്സ് പിക്കിൽ 4 വിക്കറ്റ്. ഓക്കെ, അദ്ദേഹം ഈ ഒരു സീസണിൽ 84 വിക്കറ്റ്സ് അതുപോലെ തന്നെ 84 റൺസ് നേടിയിട്ടുണ്ട്. 140 സ്ട്രൈക്ക് റേറ്റിൽ, അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. ജാസ്പ്രീത് ബുംറ കഴിഞ്ഞ മത്സരം അഗെയിൻസ്റ്റ് RCB ആയിട്ട് 5 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. 5 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റ് എടുത്തിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് 12 ആണ്. അതുപോലെ തന്നെ ഫാൻറ്റസി പോയിന്റ് കഴിഞ്ഞ ഒരു മത്സരം 157 ഫാൻറ്റസി പോയിന്റാണ് ലാസ്റ്റ് മാച്ച് അദ്ദേഹം നേടിക്കൊടുത്തത്. കോട്സ് 8 വിക്കറ്റ് എടുത്തിട്ടുണ്ട് 5 മത്സരത്തിൽ നിന്ന്. 13 സ്ട്രൈക്ക് റേറ്റ്. IPL എക്സ്പീരിയൻസ് ഡീസൻറ്റ് ഫോമാണ്. അത്യാവശ്യം നല്ല ഫോമിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഈ ഒരു ട്രാക്കിൽ കുറച്ച് ഫേസ് ബോളേഴ്സിന്, അതായത് ഫാസ്റ്റ് ബോളേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അദ്ദേഹം ഒരു മസ്റ്റ് പിക്ക് ആയിരിക്കും. ഈ കഴിഞ്ഞ ഒരു ഈ ഗ്രൗണ്ടിലെ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഗുഡാണ്.
സോ അത് ക്യാപ്റ്റൻ VC സേഫ് ആയിട്ട് റിസ്ക് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളെ സേഫ് ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സൂര്യകുമാർ യാദവ് അതുപോലെ തന്നെ ജാസ്പ്രീത് ബുംറ ഇവരെ ട്രൈ ചെയ്യാം. റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ രവീന്ദ്ര ജഡേജ, മുസ്തഫിക്കുർ റഹ്മാൻ ഇവരെ ട്രൈ ചെയ്യാം കേട്ടോ. പ്ലേയേഴ്സ് അവൈഡ് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിൽ പ്ലേയേഴ്സിനെ അവോയ്ഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മുടെ മുഹമ്മദ് നബി. അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടർ ആണ്. 2 മത്സരം കളിച്ചിട്ട് അദ്ദേഹം ഒരു വിക്കറ്റ് ആണ്, 3 ഓവേഴ്സാണ് അദ്ദേഹം ചെയ്തത്. വിക്കറ്റ്സ് ഒന്നും കിട്ടിയില്ല. ബാറ്റിങ്ങിലും വരുന്നില്ല, കാരണം ഒരുപാട് ബാറ്റ്സ്മാൻമാരുള്ളതുകൊണ്ട് അദ്ദേഹം ബാറ്റിങ്ങിലും വരുന്നില്ല. സോ കഴിഞ്ഞ മത്സരത്തൊക്കെ ഫാൻറ്റസി പോയിന്റ്സ് ഒന്നും അദ്ദേഹം നേടിയിട്ടില്ല. 10-12 പോയിന്റൊക്കെയാണ് നേടിയിട്ടുള്ളത്. വെറുതെ വേസ്റ്റാണ് അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സമീർ റിസ്വി 8 കോടി എന്തോ കൊടുത്തിട്ട് നമ്മുടെ CSK മേടിച്ച ഒരു പ്ലെയറാണ്. കഴിഞ്ഞ മത്സരമൊന്നും അദ്ദേഹം നന്നായി കളിക്കുന്നില്ല. 14 റൺസാണ് 4 മാച്ചസ് ആകെ എടുത്തത്. വെറുതെ അവോയ്ഡാണ്. നമ്മുടെ ടീമിൽ ആളെ കൂട്ടമല്ലാണ്ട് വെറുതെയാണ്. അദ്ദേഹത്തിന് പിക്ക് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടീമായിട്ടോ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. ടീമല്ല, മാച്ചാണ്. എന്തായാലും ഒരുപാട് പേര് കാണുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ നമുക്ക് ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇഷാൻ കിഷൻ ഫസ്റ്റ് പിക്കായിട്ട്, അതുപോലെ തന്നെ ജാസ്പ്രീത് ബുംറ, മുസ്തഫിക്കുർ റഹ്മാൻ, കോട്സെ 3 ആളെയും പിക്ക് ചെയ്യുക. ജഡേജ, ഹാർദിക് പാണ്ഡ്യ, ഡയറി മിച്ചൽ നല്ലൊരു ഓപ്ഷനാണ്. ഷെപ്പേർഡ് നല്ലൊരു ഓപ്ഷനാണ്. റീസെൻറ്റ് പെർഫോമൻസ് കുറച്ച് ബാഡ് ആയിരുന്നു, ബട്ട് എന്നാലും നല്ലൊരു ഓപ്ഷനാണ് അദ്ദേഹം പിക്ക് ചെയ്യുന്നത്. ഡയറി മിച്ചൽ നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. ശിവാൻ ദൂബെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം. സൂര്യകുമാർ യാദവ്, ഗെയ്ക്വാഡ്, അതുപോലെ തന്നെ രോഹിത് ശർമ്മ 3 ആളെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മുടെ ടീം സെറ്റ് ആയിട്ട് ക്യാപ്റ്റൻ VC കൂടെ കൊടുക്കണം. അതുപോലെ തന്നെ ചെന്നൈയിലെ ബോളിംഗ് കുറച്ച് കുറവാണ്. നമ്മൾ മുംബൈയിൽ സപ്പോർട്ടറായിട്ടാണ് ഈ ഒരു ടീം ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്യാപ്റ്റൻ VC ഓപ്ഷനിൽ എന്തായാലും ഒരു ബാറ്റിംഗ് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത്. ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ സ്കൈ ഒരു നല്ല പെർഫോമൻസ് എഗെയിൻസ്റ്റ് CSK ആയിട്ട് നല്ല റെക്കോർഡ്സിലുള്ള ഒരു പ്ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ സ്കൈ ഉണ്ട് കേട്ടോ ആ ലിസ്റ്റിൽ. സോ അദ്ദേഹം ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ടുള്ള ബോളിംഗിൽ അത്യാവശ്യം നല്ല റെക്കോർഡ്സുള്ള ഒരു മറ്റൊരു പ്ലെയറാണ് ചെന്നൈ സൂപ്പർ കിങ്സിൽ നോക്കിയാൽ. അതുപോലെ തന്നെ ഗെയ്ക്വാഡ് നല്ല ബാറ്റിംഗ് സപ്പോർട്ടറാണ്, ബാറ്റിംഗ് ചെയ്തിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസ് അഗെയിൻസ്റ്റ് ആയിട്ട്. നമ്മുടെ പ്രിവ്യൂ ടീം നോക്കാം. ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ശിവാൻ ദുബെ, നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, ഹാർദിക് പാണ്ഡ്യ, ഷിപ്പേർഡ്, അതുപോലെ തന്നെ ജാസ്പ്രീത് ബുംറ, മുസ്തഫിക്കുർ റഹ്മാൻ, കോട്സെ ഇത്രയും പേര് നമ്മുടെ ടീമിലുള്ള ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമായിട്ടോ. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പ് ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.